sunshine, sunshine. I think I found it now. What I've been looking for. Isn't it beautiful? ഫ്ലൈറ്റിലിരിക്കുക ഞങ്ങൾക്ക് ആദ്യം കിട്ടിയെന്ന് പറഞ്ഞ ഡിലേ ആയിരുന്നു. സോ ഫ്ലൈറ്റ് മാറിയായിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു സ്ക്രീനൊക്കെ ഉള്ള ടൈപ്പ് ഫ്ലൈറ്റാണ് നമുക്കവർ ചെയ്ത് തന്നത്. അപ്പോൾ ഞാനതിൽ ഹാരി പോട്ടർ കാണുമായിരുന്നു. ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഇത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. സിയാറ്റിനെക്കാട്ടി എൻ്റയർലി നല്ല ഡിഫറെൻറ്റ് ക്ലൈമറ്റാണ് കേട്ടോ. ഇവിടെ ഫുള്ള് നല്ല സണ്ണി ഡേ ആണ് കേട്ടോ. നല്ല ക്ലൈമറ്റാണ് കണ്ടിട്ട്. അപ്പോൾ സൺസെറ്റൊക്കെ കുറച്ച് നേരത്തെയാണ്. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ പോയിൻറ്റ്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കണം. എല്ലാം കാണാൻ പറ്റുമെന്ന് അറിയില്ല. Oh, you wake up in the morning? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അവർക്ക്. കുറേ നാളായി ഇപ്പം നമ്മൾ ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ട്. ഹായ് പറഞ്ഞേ. സോ അങ്ങനെ ഞങ്ങൾ സാന്റിയാഗോയിൽ ഞങ്ങൾ കാർ എടുത്തു. റെൻ്റൽ കാർ എടുത്തു. കാർ എടുത്തിട്ട് ഇങ്ങനെ നേരെ നമ്മൾ ഫസ്റ്റ് പോയിന്റിലോട്ട് പോവാണ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ലിറ്റിൽ ഇറ്റലി എന്ന് പറയും. അതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയുക, ഒരു നല്ലൊരു ടൗൺ ആണ്. അപ്പോൾ അവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ്, ഹിസ്റ്റോറിക് മ്യൂസിയംസ്, അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസിലോട്ടാണ് പോകുന്നത്. സോ പോകുന്ന വഴി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നല്ല വെയിലാണ്, നല്ല സണ്ണി ഡേ ആണ്. നമ്മുടെ സിയാറ്റിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ജാക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ജാക്കറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നല്ല ക്ലൈമറ്റാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ക്ലൈമറ്റാണ്. സോ നമുക്ക് ഇനിയിപ്പോൾ നേരെ ലിറ്റിൽ ഇറ്റലിയിലോട്ട് പോകാം. ഫുൾ ഓഫ് പാം സ്പ്രിങ്സ് ആണ് ഇവിടുത്തെ കൂടുതൽ ട്രീസും. സിയാറ്റിലാണെങ്കിൽ നമ്മൾ കൂടുതലും എന്താണ് ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീസ് അല്ലേ അവിടെ, എവർഗ്രീൻ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. ഇവിടുത്തെ ടൗൺ. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഡൗൺ ടൗൺ ആണ്, സാന്റിയാഗോ ഡൗൺ ടൗൺ. നമ്മൾ പോകുന്ന ലിറ്റിൽ ഇറ്റലിയാണ്. അതൊരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചെറിയൊരു ടൗൺ പോലെയാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് നടന്നൊക്കെ കാണാൻ വിചാരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ സൺസെറ്റ് അറൗണ്ട് ഒരു 4:45 ഒക്കെ കഴിയുമ്പോൾ സൺസെറ്റാണ്. പക്ഷെ ഇപ്പം നല്ല വെയിലാണ്, നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെ രണ്ടുപേര് തമ്മിൽ കല്യാണമാണ് കേട്ടോ, മാരേജാണ്.
ബ്രൈഡാണ് നിൽക്കുന്നത്. ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു അവിടെ. ഫ്രണ്ട്സൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ കണ്ടതാണ്. ഇതൊരു സാന്റിയാഗോ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് ആണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. കണ്ടോ ഒരു വെഡിങ്. എനിക്ക് സാന്റിയാഗോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല ക്ലൈമറ്റ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ പെട്ടെന്ന് സൺസെറ്റ് ആവും. പക്ഷെ സിയാറ്റിൽ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ വിന്റർ ആയത് അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ സമ്മർ പോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സമ്മർ സോൾസ്റ്റിസ് ആയിട്ടാണ്. നല്ല നല്ല രസമുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. കാരണം നമ്മുടെ ജാക്കറ്റ് ഫുള്ളി പാക്ഡ് ആയിട്ടാണ് വന്നത്. കോൾഡ് ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള. പക്ഷേ കോൾഡില്ല, നല്ല വെതറാണ്. നമുക്ക് ഇഷ്ടപ്പെടും വെതർ. പിന്നെ നെയ്ബർഹുഡ്സ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ബിൽഡിങ്സ് ഒക്കെ ആയാലും ഒരു വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ആണ്. നമ്മൾ SF പോലെ പോയ ടൈമിൽ ഇതുപോലെയായിരുന്നു. അവിടുത്തെ ബിൽഡിങ്സും എല്ലാം വിക്ടോറിയൻ ടൈപ്പിലുള്ള ഒരു നെയ്ബർഹുഡാണ്. ഇവിടെ കൂടുതലും നമുക്ക് ഫുഡായാലും എല്ലാ ഇറ്റാലിയൻ കൾച്ചറിലുള്ള സംഭവങ്ങളാണ് കാണാൻ പറ്റുന്നത്. അവിടെ എന്തോ ഒരു ഇങ്ങനെ നടന്ന് കാണാം. സോ ലിറ്റിൽ ഇറ്റലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെ കൂടുതലും സാന്റിയാഗോ ട്രോളിയൊക്കെ സെർവ് ചെയ്യാറുണ്ട്. നമ്മൾ പോയപ്പോൾ കണ്ടായിരുന്നു ഒരു സാന്റിയാഗോ ട്രോളി പോകുന്നത്. ആൻഡ് ഇവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫുഡ്, ഡ്രിങ്ക്, ഷോപ്പിംഗ്, മാർക്കറ്റ്സ്, പിസ്സാസ്, പാർക്സ്. ഇവിടെ വാട്ടർ ഫ്രണ്ട് പാർക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു വാക്കബിൾ ആയിട്ടുള്ളൊരു ഡൗൺ ടൗൺ നെയ്ബർഹുഡാണ്. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, ഷോപ്സ്, ലൈവ്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടും. സോ നമ്മൾ പോയ ഡേ എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സ്ട്രീറ്റ്സിലൊക്കെ നമ്മൾ മാത്രം ഒരു 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നൈദുവിന് പക്കായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ അവിടെ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ നമ്മുടെ മറ്റേ ഫ്ലൂട്ടൊക്കെ വെച്ച് ഊതി ഒരു ഈവനിങ് വൈബൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ അറൗണ്ട് ഒരു 4:30 ഒക്കെ ആവാറായി കഴിഞ്ഞു. അപ്പം ഒരു സൺസെറ്റ് ടൈം ആയപ്പോൾ ആൾക്കാർ വരാനുള്ളത് കൂടി തുടങ്ങി. സോ ഇതിവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫൗണ്ടെയിനാണ് കേട്ടോ. അപ്പോൾ ആ ഫൗണ്ടെയിൻ്റെ അവിടെ നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കുറേ നേരം നിന്നു, കുറച്ച് കാറ്റൊക്കെ കൊണ്ടു. പിന്നെ അവിടെ നമ്മുടെ സൈൻ ബോർഡ് ഉണ്ട്. അതാണ് മെയിൻ ലിറ്റിൽ ഇറ്റലിയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ സൈൻ ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഒരു അപ്പൂപ്പൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നൈറ്റൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നാളത്തെ പ്ലാനും കൂടെ ഒക്കെ ഒന്ന് നൈറ്റ് ചെന്നിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റ് ആവാൻ. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കാറെടുത്തു. നേരെ അങ്ങ് സാന്റിയാഗോ എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് വലിയ ടയേർഡ്നെസ് അങ്ങനെയൊന്നുമില്ല. ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഡിലേ ആയിപ്പോയി. ഞങ്ങൾ വിചാരിച്ചെങ്ങാട്ടി ഒരു 2 hour-ഓളം ഡിലേ ആയി. 1 hour ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 hour ആയി. 1 hour കൂടെ എക്സ്ട്രാ ആയി. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുവരെ വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെന്താണ് പിന്നെ ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് പ്ലേസായ
ഗ്യാസ് ലാമ്പ് ക്വാർട്ടറിൽ കാണാം. സോ അപ്പം നമ്മൾ ഗ്യാസ് ലാമ്പ് ക്വാർട്ടർ എത്തി. അപ്പം ഞാൻ ബാക്കിലോട്ട് നോക്കിയപ്പോൾ എന്തേ ഒരാൾ നല്ല ഉറക്കം. കാരണം രാവിലെ എണീറ്റ കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് നേരത്തെ എത്തണമല്ലോ, ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഒരു 6:30 ആയപ്പോഴേ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി ഉറക്കം ശരിയായിട്ടില്ല. അപ്പം ഞാൻ ബാക്കിലോട്ട് നോക്കിയപ്പം പാവം നല്ല ഉറക്കം. അപ്പം ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് പോയിന്റ് ഒരു ഹോട്ടൽ ഡെൽ കൊറനാഡോ ഐലൻഡിൻ്റെ അടുത്തൊരു ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലിൽ അവിടെ ഒരു നൈറ്റിൽ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ക്രിസ്മസിലെ ലൈറ്റ് ഷോസ് ഒക്കെ ഉണ്ട്. അതൊരു 5 സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് ഒരു 9 PM വരെ ഉണ്ട്. അപ്പം ആ ഒരു ഒരു നൈറ്റ് ഷോയും കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ ഹോട്ടലിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഒരു പ്ലേസ് കൂടെ ഉണ്ടായിരുന്നു കവർ ചെയ്യാൻ. അപ്പോൾ അത് ഇന്ന് പിന്നെ എല്ലാം കൂടെ ഒരു ഹെക്റ്റിക് റഷാകും. നമുക്ക് സാവധാനം കണ്ടാൽ മതി. അതുപോലെ നമുക്കൊരു ട്രിപ്പ് വരുമ്പോൾ നമ്മൾ ഈ റഷിലായിപ്പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെക്കാട്ടി സമാധാനപരമായിട്ട് കാണാൻ പറ്റുന്ന പ്ലേസസൊക്കെ കാണുക എന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗ്യാസ് ലാമ്പ് ക്വാർട്ടറിൽ. നല്ല ഭംഗിയുണ്ട് ഇവിടെ. നൈറ്റ് ലൈഫാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ എല്ലാം ഇങ്ങനെ എന്താ റെസ്റ്റോറോ പബ്സ്, പിന്നെ എന്താ കുറേ സോവിനിയർ ഷോപ്സ്, ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഞാനൊരു സോവിനിയർ മേടിക്കാന്നൊക്കെ പറഞ്ഞ് കയറാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പ്ലാൻ ഒന്ന് ക്യാൻസൽ ചെയ്തു. ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് മേടിക്കാം. വലിയ തിരക്കില്ല കേട്ടോ. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ് വലിയ പ്രശ്നം ഉണ്ടായില്ല. വീക്ക് ഡേ അല്ലേ ഇന്ന്. വീക്കെൻഡ് ആയിരുന്നെങ്കിൽ പെട്ടുപോയേനെ. സോ അതാണ് കാണുന്ന ആ ഗ്യാസ് ലാമ്പ് ക്വാർട്ടറിൻ്റെ ഒരു സൈൻ. ഇവിടുത്തെ മെയിൻ സാൻഡിയാഗോയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ്. സീ വേൾഡ് എന്നൊക്കെ പറയും പോലെ. കൊള്ളാം, നല്ലൊരു നെയ്ബർഹുഡായിട്ടുള്ളൊരു സെറ്റപ്പാണ്. കൂടുതലും റെസ്റ്റോറോ പബ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഇതുപോലെ കുറേ ഷോപ്സ്. ഇവിടെ വന്നപ്പോൾ ഒരു വേഗസിൻ്റെ ഒരു ഫീലൊക്കെ തോന്നി. കാരണം കുറേ ലൈറ്റുകളായോണ്ടേ. ഇത് ഉറങ്ങിപ്പോയി. ആൻഡ് ഇത് ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. 16 ബ്ലോക്ക് ഡൗൺ ടൗൺ നെയ്ബർഹുഡ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. കാരണം ഇതൊരു വിക്ടോറിയൻ എറയിനെയാണ് ഈ ഒരു ഗ്യാസ് ലാമ്പ് ഹെഡ് ക്വാർട്ടർ കാണിക്കുന്നത്. ഈ ഒരു ഗ്യാസ് ലാമ്പ് ക്വാർട്ടറിന് പേര് വരാൻ കാരണം, അതായത് ലേറ്റ് 1800 സാൻഡിയാഗോ ഡെവലപ്പായി ന്യൂ ടൗൺ ആയ ടൈമിൽ ഈ ഒരു സിറ്റി അറൗണ്ട് ഒരു 50 ഹിസ്റ്റോറിക് ഗ്യാസ് സ്ട്രീറ്റ് ലാംപ്സ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അതായത് ഈ ലൈറ്റിൽ സ്ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ക്രിയേറ്റ് ചെയ്തത് ഒരു വിക്ടോറിയൻ എറ ആംബിയൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഈ നെയിം എംബ്രേസ്ഡ് ചെയ്ത് റീവൈറ്റലൈസേഷൻ നടത്തി പിന്നീട് ഇതൊരു ഗ്യാസ് ലാമ്പ് ക്വാർട്ടർ എന്നൊരു പേര്. സാൻഡിയാഗോയിൽ ഒരുപാട് ഇതുപോലത്തെ നെയ്ബർഹുഡ് ഉണ്ട് കേട്ടോ. ഗ്യാസ് ലാമ്പ് ക്വാർട്ടർ, ഞാൻ നേരത്തെ പോയ ലിറ്റിൽ ഇറ്റലി, അതുപോലെ തന്നെ ഓൾഡ് ടൗൺ, ഇതെല്ലാം ഇവിടുത്തെ കുറേ വിക്ടോറിയൻ ആർക്കിടെക്ചറും വൈബ്രൻ്റ് ആയിട്ടുള്ള നൈറ്റ് ലൈഫ്, പിന്നെ ഡൈവേഴ്സ് റെസ്റ്റോറൻറ്റ്സ്, ഷോപ്പിംഗ്സ്, കൂടുതലും ഫീച്ചർ ചെയ്യുന്ന ബാർസ്, ക്ലബ്ബ്, തിയേറ്റർ, കുറേ ഡൈനിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുറേ ഇങ്ങനത്തെ കുട്ടി കുട്ടി നെയ്ബർഹുഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഹോട്ടൽ ഡെൽ കൊറനാഡോ ഐലൻഡിലുള്ള കൊറനാഡോ ഹോട്ടലിലാണ് പോയത്. അവിടുത്തെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഭയങ്കര വൈബായിരുന്നു, ഭയങ്കര തിരക്കുമായിരുന്നു. ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 1.5 hours ഇങ്ങനെ കറങ്ങി കുറച്ച് ദൂരമൊക്കെ പോയിട്ടാണ് പിന്നെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം ഇത് കാണണം, മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു.
ആൻഡ് ഇവിടുത്തെ ഹോളിഡേ നൈറ്റ്സ് ലൈറ്റ് സെലിബ്രേഷൻ ഉണ്ട്, ഹോളിഡേ ഇൻ ഓസൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു അറൗണ്ട് ഒരു 30 മിനിറ്റ്സ് അവർ റൺ ചെയ്തുകൊണ്ടിരിക്കും. 5 to 9 PM വരെ ഉണ്ട് ഈ ക്രിസ്മസ് ടൈമിൽ. സോ അപ്പോൾ ആ ഒരു ലൈറ്റ് ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. ഇത് ആക്ച്വലി ഒരു ഹോട്ടൽ, ഒരു ബീച്ച് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ നൈറ്റാണ് എത്തിയത്. ഇതൊരു കൊറനാഡോ ഐലൻഡ് എന്ന് പറയും. ആ ഐലൻഡിലുള്ള ഒരു ഹോട്ടലാണ്, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മളൊരു Head northwest. ഇന്നത്തെ ഒരു ഡേ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ സാൻഡിയാഗോയിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലാണ്. നമ്മൾ ഡൗൺ ടൗണിൽ തന്നെ ഉള്ളൊരു ഹോട്ടലിലാണ് സ്റ്റേ എടുത്തിരുന്നത്. സോ ഇവിടുത്തെ ഡൗൺ ടൗൺ പാർക്കിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ സിയാറ്റിലിന് എത്ര പാർക്കിംഗ് ഫീസ് ഒന്നുമില്ല. അറൗണ്ട് ഒരു $1 $2 ഒക്കെ ആവുന്നുള്ളൂ നമുക്ക് പാർക്കിംഗ് ഒക്കെ. സോ നല്ല ഫോഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അറൗണ്ട് ഒരു 9:30 ആയി കേട്ടോ. അപ്പോൾ 9:30 ഓടുകൂടി നമ്മൾ ഇന്നത്തെ പ്ലേസ് എല്ലാം വൈൻഡപ്പ് ആണ്. പക്ഷേ ഇന്നത്തെ പ്ലേസിൽ ഞങ്ങളുടെ ഐറ്റിനറി അനുസരിച്ച് 2 പ്ലേസസും കൂടെ കവർ ചെയ്യണ്ടായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല, സാരമില്ല. അത് നമ്മൾ ഇനിയുള്ള ഡേയ്സിൽ, ഇവിടെ നമ്മൾ 3 days കൂടെ ഉണ്ട്. സോ ആ ഡേയ്സിൽ കവർ ചെയ്യാൻ വിചാരിക്കുന്നു. ഇത് ഫുള്ള് നമ്മുടെ സാൻഡിയാഗോ ഡൗൺ ടൗൺ ആണ്. സിറ്റി വ്യൂ ആണ്, നൈറ്റ് വ്യൂ എന്ന് തന്നെ പറയാം. സോ ഫസ്റ്റ് ഡേ നല്ലൊരു ഡേ ആയിരുന്നു.